നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ പ്ലാസയിലെ അനാവശ്യ പിരിവ് ചോദ്യം ചെയ്ത യുവാക്കൾക്ക് മർദ്ദനം. പുതുക്കാട് പോലീസിനെതിരെ പരാതിയുമായി പെരുമ്പാവൂർ സ്വദേശികൾ. പോലീസ് ലാത്തി കൊണ്ടടിച്ചെന്നും മൊബൈൽ എറിഞ്ഞുടച്ചെന്നും യുവാക്കൾ. കോഴിക്കോട് ഫറോക്കിൽ 15-കാരിക്ക് പീഡനം. പീഡിപ്പിച്ചത് സമപ്രായക്കാരായ 2 സുഹൃത്തുക്കളെന്ന പെൺകുട്ടി. ഒപ്പമുണ്ടായിരുന്ന 11-കാരൻ ദൃശ്യങ്ങൾ പകർത്തി. ആരോപണ വിധേയർ ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് CWC. മലപ്പുറം അത്തിപ്പറ്റയിൽ വീടിനുള്ളിൽ സ്ത്രീ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടത് ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. അമ്പിളിയെ സഹപാഠികളും ഹോസ്റ്റൽ വാർഡന്മാരും മാനസികമായി പീഡിപ്പിച്ചെന്ന് പരാതി. മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നെന്നും കുടുംബം. വിഷു ആഘോഷിക്കാനൊരുങ്ങി മലയാളികൾ. കണിയും സദ്യയും ഒരുക്കാൻ തിരക്ക്. പടക്ക വിപണി സജീവം. ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുങ്ങും. വിശദമായ വാർത്തകളിലേക്ക്. നാളെ വിഷുവിനെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. കണിയൊരുക്കാനും വിഷുസദ്യയ്ക്ക് വിഭവങ്ങൾ വാങ്ങാനും കടകളിൽ തിരക്കേറി. ഗുരുവായൂർ, ശബരിമല അടക്കം പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പടക്ക വിപണിയും സജീവമാണ്. വിഷുവിനുള്ള ഒരുക്കങ്ങൾ സജീവമായി നടക്കുകയാണ്. അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് മലയാളികൾ. കണിക്കൊന്നയും കൊന്നപ്പൂവും അതുപോലെ തന്നെ വിഷുക്കണിക്കായുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. പടക്ക വിപണിയും തിരക്കേറിയിരിക്കുകയാണ്. ഗുരുവായൂർ, ശബരിമല അടക്കം പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പടക്ക വിപണിയും സജീവമാണ്. വിഷുവിന്റെ പടക്ക കച്ചവടം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വിഷു ആഘോഷത്തിന് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ്. വിഷു വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന പടക്കങ്ങളും പൂത്തിരികളും അതേപോലെ തന്നെ മറ്റ് വർണ്ണാഭമായ ഇനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്രാക്കലിംഗ് ഗണ്ണ്, പിന്നെ ലോലിപോപ്പ്, പിന്നെ ലഡു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ലഡു ക്രാക്കലിംഗ് ലഡു. ഇത് ക്രാക്കലിംഗ് ആയിട്ടുള്ള ഫ്ലവർ പോട്ടാണ്. സാധാരണ പോലെ ഈ കമ്പിത്തിരി, പിന്നെ മേശപ്പൂവ്, ചക്രം, അത് വിട്ടിട്ടൊരു കളി ഇല്ല. അതാണ് മെയിൻ ആയിട്ട് പോകണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫാൻസി ഐറ്റംസ്, പിന്നെ സ്കൈ ഷോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതാണല്ലേ ഇത് 15 ഷോട്ട് വിത്ത് മ്യൂസിക്, മെലഡി. പാട്ട് കേൾക്കാം. പാടി എന്തോ ഒരു ചൂളം പിടിയോ ശബ്ദമുണ്ട്. ഒന്ന് സാമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാം. പുറത്ത് വെച്ച് കത്തിച്ച് നോക്കാം. എന്നാല് അപ്പൊ നമ്മൾ ഈ വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇത് പൊളിയാട്ടോ. ഇത് ഗണ്ണാണ് അല്ലേ? ഓ, ഇത് പൂക്കുറ്റിയുടെ പോലെ തന്നെയാണ്. പൂക്കുറ്റി. പടക്ക വിപണി അടക്കം എല്ലാം ഇതിനകം സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിഷു ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. കണിക്കൊന്നയും മറ്റ് വിഭവങ്ങൾക്കും വേണ്ടി അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, തിരക്ക്, കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്ക് എങ്ങനെയുണ്ട്?
സുവി, നമ്മളിപ്പോൾ ബ്രോഡ്വേയിലെ കച്ചവട സ്ഥലങ്ങളിലാണുള്ളത്. ഇവിടെ നോക്ക്, കണിക്കൊന്ന മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പോലെ എന്നുള്ള വിഷുക്കണിക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന സ്ഥലമാണിത്. ഇൻസ്റ്റന്റ് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കണിക്കൊന്ന ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന അത് ഒരു ബഞ്ചിന് 50 രൂപ, 100 രൂപ, അങ്ങനെ ഒരു അവർക്ക് തോന്നുന്ന ഒരു റേറ്റിലാണ് വിൽക്കുന്നത്. കാരണം അതിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടും അതിന്റെ ആവശ്യകത അനുസരിച്ചിട്ടും വില വേറിയും കുറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് കാണാം 150 രൂപയ്ക്കാണ് ഇവിടെ വിഷുക്കണി. അത് ഇൻസ്റ്റന്റ് കണിയാണ്. എല്ലാ സാധനങ്ങളും കൂടെ ഒന്നിച്ചൊരു ഇതിൽ കിട്ടും. അതായത് ഓരോന്നോരോന്നായിട്ട് വാങ്ങി കൂട്ടം നടക്കണ്ട. പക്ഷെ എനിക്ക് പിന്നിലായിട്ട് നമുക്ക് കാണാം കൊച്ചിക്കാർക്ക് എല്ലാം ആഘോഷമാണ്. ശരിക്കും മധ്യകേരളമായിട്ട് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ഇനിയിപ്പോ ഈസ്റ്റർ വരുന്നു, അങ്ങനെ എല്ലാം ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നാളത്തേക്കുള്ള കണി ഒരുക്കാനായിട്ട് നേരെ വിപണിയിൽ, ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് അവധി ദിവസമാണ്. ആ അവധി സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാം. എനിക്ക് പിന്നിലായിട്ട് കാണാം വലിയ തിരക്കാണ് ബ്രോഡ്വേയിലെ കച്ചവട തെരുവുകളിലുള്ളത്. ഇന്ന് പോരാത്തതിന് സൺഡേ മാർക്കറ്റ് കൂടിയാണ്. ആ ഒരു തിരക്കും കൂടി ഉണ്ട്. പക്ഷേ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടും ഇന്നത്തേക്ക് വിഷു പർച്ചേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കാമെന്ന് എല്ലാവരും വിചാരിച്ചത് കൊണ്ടും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇത്രയും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാം, ചേച്ചി വിഷു പർച്ചേസിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, തുടങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് വിഷുക്കോടിയൊക്കെ എടുത്തോ? വിഷുക്കോടിയൊക്കെ എടുത്ത്. ഒരുക്കങ്ങളൊക്കെ രാത്രിയോടുകൂടി തുടങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ എല്ലാവരും ആ ഒരു തിരക്കിലാണ്, ഒരു വൈബിലാണ്. നമുക്ക് കാണാം, നമുക്ക് തൊട്ടു പിന്നിലായിട്ട് വിഷു ഒരുക്കത്തിന് ഇറങ്ങിയതാണോ? അതെ, ചെറിയൊരു നാടമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അത് കരയാക്കണ്ട. ചിലപ്പോൾ പെട്ടെന്ന് ക്യാമറ കണ്ടതിൻ്റെ ആയിരിക്കും. എന്തായാലും അവര് പെട്ടെന്ന് പോയി കളഞ്ഞു. ചേച്ചി, വിഷു ഒരുക്കം എന്തായി? അടിപൊളി. എന്തൊക്കെ പർച്ചേസ് ചെയ്തു? ഞങ്ങൾ കപ്പ് മേടിക്കാൻ വന്ന്, ചായ കുടിക്കാൻ, പിന്നെ ഡ്രസ്സ് എടുക്കാൻ വന്ന്, പച്ചക്കറി മേടിക്കണം. ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തെടുത്ത് കൊന്നപ്പൂക്ക് കിട്ടിയോ? എല്ലാം കിട്ടി. വില എങ്ങനെയുണ്ട്? വില വലിയ കുഴപ്പമില്ല. അതാണ് സുവി. കാരണം ഇപ്പോൾ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം നാളെ വെളുപ്പിനെയാണ് വിഷു ഒരുക്കങ്ങൾ കണി കാണേണ്ടത്. അപ്പോൾ രാത്രിയോട് കൂടിയാണ് വിഷു ഒരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. വലിയ റഷോട് കൂടിയിട്ടാണ് ഇവിടെ വിഷു വിപണി ഇപ്പോൾ വലിയ തിരക്കിലേക്ക് തന്നെയാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം വിഷു പൂക്കള്, കണിക്കായുള്ള, അതായത് കണിക്കൊന്ന, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കണിക്കൊന്നകളുണ്ട്, പല നിറങ്ങളിലുള്ള കണിക്കൊന്നകളുണ്ട്. അങ്ങനെ വിഷു വലിയ ആഘോഷമാക്കുകയാണ് കൊച്ചിക്കാര്. ഏത് സമയത്തല്ലേ വിഷു സദ്യ ഒരുക്കാനായാലും പച്ചക്കറി ഒക്കെ വാങ്ങിക്കൂട്ടുന്നു. ഇവിടെ കൃഷ്ണന്മാര് നോക്ക്, വിവിധ തരത്തിലുള്ള കൃഷ്ണന്മാരുണ്ട്, പല വലിപ്പത്തിലും ഒക്കെയുള്ള കൃഷ്ണന്മാരുണ്ട്. ഇതൊക്കെ ഈ വിഷുക്കാലത്തിന്റെ മാത്രം വിപണിക്ക് വേണ്ടിയിട്ട് മാത്രം എത്തിയിരിക്കുന്ന, അതിന് നമുക്ക് പല വെറൈറ്റി കൃഷ്ണന്മാരെയൊക്കെ കാണാൻ പറ്റും ഇവിടെ. അങ്ങനെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ വലിയ വിൽപ്പനകളാണ് ഈ വിഷു വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊച്ചിയിൽ നിന്നുള്ള നമ്മുടെ കാഴ്ച. ഇതാണ്. അപ്പൊ എന്തായാലും ആളുകൾ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയം കൂട്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട്. അവധി ദിവസമാണ്. ഈവനിങ് കൂടുതൽ പർച്ചേസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും വലിയ തിരക്കാണ് കൊച്ചിയിലെ ബ്രോഡ്വേയിൽ നിന്നും അനുഭവപ്പെടുന്നത്. സുവി, വിഷുവിനെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. കണിയൊരുക്കാനും വിഷുസദ്യയ്ക്ക് വിഭവങ്ങൾ വാങ്ങാനും കടകളിൽ തിരക്കേറിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ. വിഷുവിന് കണി കാണാൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് കണിവെള്ളരി. മുൻപൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കണിവെള്ളരി നാട്ടിലെത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് പരിഹാരവുമായാണ് പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണിവെള്ളരി കൃഷി ഇറക്കിയത്. 22 ഏക്കറിലാണ് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ചെയ്തത്. വിഷു വിപണി ലക്ഷ്യമിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 22 ഏക്കർ സ്ഥലത്ത് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ഇറക്കിയത്. കൃഷി വിജയമായതോടെ കുടുംബശ്രീ ചന്തയൊരുക്കി വിഷുവിന് വിപണനവും സാധ്യമാക്കി. ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 69ഓളം ഗ്രൂപ്പുകൾ രൂപീകരിച്ചായിരുന്നു കൃഷി. ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പായിരുന്നു സംഘകൃഷി തുടങ്ങിയതാണ്. അത് വിഷുവിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. കണിവെള്ളരിയെല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു. 2 ദിവസങ്ങളിൽ പറിക്കുക. ഞങ്ങൾക്കൊരു വരുമാന മാർഗം കൂടാണ് 4 പേർക്കും. നല്ലൊരു പദ്ധതിയാണ്. മറ്റുള്ള കർഷകർ ഇത് കണ്ട് അടുത്ത വർഷം
കൂടുതൽ വിളവെടുക്കാണ്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം വിളഞ്ഞ് നിൽക്കുന്ന നല്ല കളറിലാണ് നിൽക്കുന്നത്. വെള്ളരി കൃഷിക്ക് ആവശ്യമായ വായ്പകൾ നൽകിയും സബ്സിഡി അനുവദിച്ചുമാണ് കുടുംബശ്രീ പ്രവർത്തകരെ സഹായിച്ചത്. വിഷുവിന് മികച്ച വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഒരു കുടുംബശ്രീ യൂണിറ്റായിട്ടുള്ള ഉണർവ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ ലോട്ടസ് എന്ന് പറയുന്ന സംഘകൃഷി ഗ്രൂപ്പ് ചെയ്ത ഒരു കണിവെള്ളരി വളരെ മെച്ചപ്പെട്ട രീതിയിൽ, വളരെ വിശാലമായ രീതിയിൽ ചെയ്തൊരുക്കിയ ഒരു കണിവെള്ളരിയാണ്. അപ്പം അതിൻ്റെ വിളവ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കണിവെള്ളരിയാണ് ഇത്തവണ നമ്മുടെ ആനിക്കാട് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും കണി കാണാൻ വേണ്ടി ഒരുക്കുന്നതെന്നുള്ളതാണ് ഈ തവണത്തെ വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിഷുക്കാലത്ത് ഇതര സംസ്ഥാനത്തു നിന്നും എത്തിച്ചിരുന്ന കണിവെള്ളരിക്ക് പകരം സ്വന്തം നാട്ടിലെ വെള്ളരി ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത. കണിവെള്ളരി കൃഷിക്ക് പുറമെ ഇടവിളയായി വിവിധ കൃഷികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇടുക്കി രൂപതാ ദേവാലയമായ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലും ആയിരക്കണക്കിന് പേർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസ് ഇടവക്കണ്ണം നേതൃത്വം നൽകിയ തിരുക്കർമ്മങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. കത്തീഡ്രൽ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ണം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുരുത്തോല പ്രദർശനത്തിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. ഓശാന ദിനത്തിൽ കുരുത്തോലകളുമായി ഇടുക്കി രാജാക്കാട്ടുകാർ ടൗൺ പ്രദക്ഷിണം നടത്തുമ്പോൾ പങ്കുവെക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടിയാണ്. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ ഓശാന ദിനത്തിൽ ആവേശമായ മുഴുവൻ കുരുത്തോലകളും എത്തിക്കുന്നത് ഹിന്ദുമത വിശ്വാസിയായ ഓണംപാറയിൽ മോഹനനാണ്. 8 വർഷമായി രാജാക്കാട്ടുകാർ ഓശാന തിരുനാളിന്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഓണംപാറയിൽ മോഹനൻ ദേവാലയത്തിലെത്തിക്കുന്ന കുരുത്തോലകൾ കൈകളിലേന്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ തെങ്ങുകൾക്ക് വിവിധ രോഗം ബാധിച്ചപ്പോൾ കുരുത്തോല ശേഖരണം പ്രതിസന്ധിയിലായി. ഇത് മനസ്സിലാക്കിയ മോഹനൻ തന്റെ പുരയിടത്തിലെ 23 തെങ്ങുകളിൽ നിന്നും ഓല ശേഖരിച്ച് പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 8 വർഷമായി ഇത് തുടരുന്നു. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയത്, ഇത് പള്ളിയിൽ ചെന്ന് വെഞ്ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഓലയും കൊണ്ട് വരുമ്പോൾ പിന്നെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാം. 1000-ലധികം കുടുംബങ്ങളുള്ള ഇടവക ദേവാലയത്തിൽ 5000-ലധികം ഓലകളാണ് ഓശാന ദിനം ആവശ്യമായി വരിക. ടൗൺ ദേവാലയമായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ എത്തും. ഓശാന ദിനത്തിന് മുന്നോടിയായി ശനിയാഴ്ച തന്നെ മോഹനൻ ഓലകൾ വെട്ടിയൊരുക്കി ദേവാലയത്തിലെത്തിക്കും. ഈ വർഷം നമ്മൾ കുരുത്തോല പെരുന്നാളിനുള്ള ഓല 8ാമത്തെ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓല ഇല്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ഇവിടെ നമുക്കും കുറഞ്ഞു വരുവാണ് ഓല. അതുകൊണ്ട് ഈ വർഷം കുറച്ച് ഉള്ളത് കുരുത്തോല പെരുന്നാളിനായിട്ട് നമ്മൾ കൊടുത്തേക്കാം. രാജാക്കാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മോഹനൻ സമീപ ഇടവകയായ ജോസ്ഗിരി ദേവാലയത്തിലേക്കും ആവശ്യമായ കുരുത്തോലകൾ നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് 2 വാഹനങ്ങളിലായി യുവാക്കൾ വാഹനത്തിന്റെ ഗ്ലാസ് വിൻഡോയിൽ ഇരുന്ന് യാത്ര നടത്തിയത്. നിലമ്പൂർ രജിസ്ട്രേഷനുള്ള ഇന്നോവ കാറിലായിരുന്നു സാഹസിക യാത്ര. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, ഈ സാഹസിക യാത്ര കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സുബി, മൂന്നാറിലെ സാഹസിക യാത്ര വീണ്ടും തുടർച്ചയായി എന്നോണം പല ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സാധാരണ വീതി കുറഞ്ഞ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ, ഇപ്പം മറയൂർ റോഡ്, നിലവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിമാലി പള്ളിവാസ മേഖലയിലേക്കുള്ള റോഡ് തുടങ്ങിയവരിലെല്ലാം ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നുണ്ട്. മുൻപ് പ്രത്യേകിച്ചും ഗ്യാപ്പ് റോഡിലായിരുന്നു സഞ്ചാരികൾ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ ധാരാളമായി നടത്തിയിരുന്നത്. തുടർന്ന് ഈ മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന കർശനമാക്കിയതോടെ ഗ്യാപ്പ് റോഡിലെ ഇത്തരം യാത്രകൾക്ക് ഒരു നേരിയ കുറവുണ്ടായി. ഒപ്പം മറ്റു മേഖലയിൽ ദേശീയപാതയിൽ മൂന്നാർ മുതൽ ദേവികുളം, ബോഡിമെട്ട്, പൂപ്പാറ, ആനയിറക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള
സാഹസിക യാത്രകളൊക്കെ പതിവായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ വീണ്ടും ഇത്തരത്തിലുള്ള യാത്രകൾ ശക്തമാകുന്ന കൂടുതൽ സഞ്ചാരികൾ മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ കൂടുതലായി ഇത്തരം യാത്രകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പുറകെ എത്തുന്ന മറ്റു വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഒപ്പം അപകട സാധ്യതയേറുന്നു. കാരണം ഈ റോഡിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പലരും യാത്ര നടത്തുന്നത്. കൊടും വളവുകളൊക്കെയുള്ള മേഖലയാണ്. അപ്പം റോഡ് അമിത വേഗത്തിൽ കൊടും വളവുകളിലൊക്കെ പോകുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിൽ മുൻപ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ മേഖലയിൽ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കർശനമല്ല എന്നുള്ള ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മുൻപ് ഗ്യാപ് റോഡിലുള്ളതിന് സമാനമായ രീതിയിൽ പരിശോധനകൾ കർശനമാക്കാത്തതാണ് ഇത്തരം യാത്രകൾ പതിവാകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സുബി, മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷനിലെ റോഡിലാണ് 2 വാഹനങ്ങളിലായി യുവാക്കൾ വാഹനത്തിന്റെ ഗ്ലാസ് വിൻഡോയിൽ ഇരുന്ന് യാത്ര നടത്തിയത്. നിലമ്പൂർ രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിലായിരുന്നു സാഹസിക യാത്ര. വിവരങ്ങളുമായി ചേർന്നത് പ്രിൻസ് ജെയിംസ് മൂന്നാറിൽ നിന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമാണെന്ന് കുടുംബം. അമ്പിളി മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 5-നാണ് കാസർഗോഡ് ഉദിനൂർ സ്വദേശിയായ പി അമ്പിളിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ മുറിയിലെത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്പിളിയെ കണ്ടെത്തിയതെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:12 വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിലുണ്ടായിരുന്നതായി തെളിവുകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. സമയം 11 മണിയാണ് നമ്മുടെ പറഞ്ഞത്. വാട്സപ്പിന്റെ ലാസ്റ്റ് സീൻ നമുക്ക് 2:15 വരേക്കും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ തന്നെ അമ്മയും ഒരു 7:30 അമ്മ വിളിച്ചിരുന്നു. അപ്പോഴും നല്ല രീതിയിൽ സംസാരിച്ച കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല. ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ സഹപാഠികൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും കാണാതായതായി പരാതി നൽകുകയും ചെയ്തിരുന്നെന്നും അമ്പിളിയുടെ കുടുംബം ആരോപിക്കുന്നു. അമ്പിളിയെ ഒറ്റപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പഠനം തടസ്സപ്പെടുത്തിയിരുന്നതായും ആരോപണമുണ്ട്. കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം പറയുന്നു. ഫെബി എന്ന് പറഞ്ഞ പെൺകുട്ടി നന്നായിട്ട് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ സമയാസമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും അവൾ തന്നെ പറയുന്നു ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. കുട്ടിയുടെ മറ്റു കുട്ടികളുടെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പേരിൽ പരാതി കൊടുക്കുകയും അത് വാർഡൻ വന്ന് ഇവൾക്ക് എതിരെ സംസാരിക്കുകയും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഹോസ്റ്റലിൽ വെച്ച് കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. കുട്ടിയുടെ ഇന്റേണൽ മാർക്ക് വരെ കൊടുക്കുന്നത് അവിടെയുള്ള വാർഡനാണ് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരവാദി. അമ്പിളി മനോരോഗിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും കുടുംബം ആരോപിച്ചു. മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ പി ഗീത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മലപ്പുറം അത്തിപ്പറ്റയിൽ വീട്ടിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൾതാമസമില്ലാത്ത വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീടിന് പിൻവശത്തുള്ള ടാങ്കിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുകാർ വിദേശത്തായതിനാൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന വീടാണ് ഇത്. ഒഴിഞ്ഞ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ട്. ആമകൾക്ക് തീറ്റ കൊടുക്കാൻ വന്ന ജോലിക്കാരാണ് രാവിലെ 11 മണിയോടെ മൃതദേഹം കണ്ടത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ അനാവശ്യ പിരിവ് ചോദ്യം ചെയ്ത യുവാക്കളെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ സ്വദേശി സിദ്ധാർത്ഥിനെയും സുഹൃത്തുക്കളെയുമാണ് പുതുക്കാട് പോലീസ് മർദ്ദിച്ചത്. സിദ്ധാർത്ഥ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പെരുമ്പാവൂർ ചെട്ടിനട കണ്ണിമോളം വീട്ടിൽ സിദ്ധാർത്ഥിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വെളുപ്പിന് 2 മണിയോടെ കാറിൽ സുഹൃത്തുക്കളോടൊപ്പം വാഹനങ്ങളുടെ പാർട്സ് വാങ്ങി വരുന്നതിനിടയിലാണ് സംഭവം. ഇവരുടെ കാർ ടോൾ പ്ലാസയിൽ തനിയെ നിന്നുപോയി. ഈ സമയം 2 തവണ ടോളിൽ പണം നൽകേണ്ടി വന്നു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രശ്നമുണ്ടായത്. ടോളിലുണ്ടായിരുന്നവർ പോലീസിനെ വിളിച്ചു. പുതുക്കാട് പോലീസ് എത്തി കാര്യം തിരക്കാതെ സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ വാങ്ങി എറിഞ്ഞ് ഉടയ്ക്കുകയും വഴിയിലിട്ട് മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. നമ്മുടെ വണ്ടിയിൽ 2 ടോളാവുകയും അത് കഴിഞ്ഞിട്ട് ഒരിടത്ത് ഫൈൻ അടയ്ക്കുകയും ചെയ്തു. അവര് അതിനെ ചൊല്ലി അവിടെ വഴക്കുണ്ടായപ്പോൾ അവിടുത്തെ മാനേജർ അന്ന് ഞങ്ങളെ തെറി വിളിക്കുകയും അവിടെ മർദ്ദിക്കാൻ പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് വണ്ടി മാറ്റിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയ ടൈമിൽ പോലീസുകാർ വന്നപ്പോൾ ഈ മാനേജർ കയ്യില് പൈസയായിട്ട് ഈ ജീപ്പിന്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കണേ ഞങ്ങൾ കണ്ടതാ. അത് കഴിഞ്ഞ് ഒന്നും പറയാണ്ട് ഈ പോലീസുകാർ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ തല്ലി. ഫസ്റ്റ് എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി. അപ്പൊ ഇവൻ കയറി ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവനെ തല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പിന്നെ എന്നെ തല്ലി. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു ഫോൺ കാണിച്ചു. എന്റെ ഫോൺ മേടിച്ച് എറിഞ്ഞു പൊട്ടിച്ചു.
പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലിയതിന്റെ പാടുകളും സിദ്ധാർത്ഥിന്റെ ദേഹത്തുണ്ട്. ഒപ്പമുണ്ടായിരുന്ന 3 സുഹൃത്തുക്കളെയും പോലീസ് മർദ്ദിക്കാൻ ശ്രമിച്ചു. ടോൾ പ്ലാസയിലെയും വാഹനത്തിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സംഭവം വ്യക്തമാകുമെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. കാലില് 2 കാലും പൊട്ടിയിട്ടുണ്ട്, മുട്ടിന്റെ അവിടെ ചതവുണ്ട്, കഴുത്തിന്റെ ഇവിടെ പാടുണ്ട്. പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ സിദ്ധാർത്ഥിന്റെ മാതാവിനെ പോലീസ് തൃശൂരേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മാതാവിന്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടോൾ പ്ലാസയിൽ വാഹനമിടിച്ച് അപകടമുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് മാതാവിനെ വിളിപ്പിച്ചിട്ടുള്ളത് എന്ന് ചെറുപ്പക്കാർ പറയുന്നു. യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ നിന്ന് തലയൂരാൻ പോലീസ് മറ്റൊരു നാടകത്തിനൂടി ശ്രമിക്കുകയാണോ എന്നാണ് ഇവരുടെ ആക്ഷേപം. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ഫറോക്കിൽ 15-കാരിക്ക് പീഡനം. സമപ്രായക്കാരായ 2 സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. ഒപ്പമുണ്ടായിരുന്ന 11-കാരൻ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതിയുണ്ട്. നല്ലളം സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുൻപാണ് സംഭവം. കൗൺസിലിംഗിനിടെ പെൺകുട്ടി വിവരം പുറത്തു പറയുകയായിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് ചൊവ്വാഴ്ച CWCക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകി. ഇടുക്കി ബോഡിമെട്ടിൽ വാഹനാപകടം. എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് പതിച്ചു. അപകടത്തെ തുടർന്ന് വാഹനത്തിൽ തീ ആളിപ്പടർന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ ബാംഗ്ലൂർ നിവാസികളായ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പ്രിൻസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. മൂന്നാർ സന്ദർശിച്ച ശേഷം കർണാടക സ്വദേശികളായ ഇവർ ഇൻഡിഗൽ മേഖലയിലേക്ക് തിരികെ പോവുകയായിരുന്നു. ഈ സമയത്താണ് അപകടം നടക്കുന്നത്. ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റോഡിൽ നിന്നും എതിർഭാഗത്തേക്ക് മറിഞ്ഞ് വലിയ താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇതിനിടയ്ക്ക് ഇവർ വാഹനത്തിൽ ഈ 4 പേര് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചുപോയി വീണ്ടും വാഹനം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് വാഹനത്തിൽ തീ പടർന്ന സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന അവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്ക് സാരമായി പരിക്കേറ്റെന്നാണ് വിവരം. അതായത് കിഷോർ, കർണാടക സ്വദേശികളായ കിഷോർ, ഭാര്യ വിദ്യ, മക്കളായ ജോഷ, ജോയൽ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ കിഷോറിന്റെ ഭാര്യ വിദ്യയ്ക്കും ഒപ്പം ഒരു മകനും സാരമായി പരിക്കേറ്റുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനെ നിലവിൽ തേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൽ തീപിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നിലകൊള്ളം എത്തുന്ന ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ കെടുത്തിയത്. നാട്ടുകാർക്ക് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചതുകൊണ്ടാണ് വലിയ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവരെ രക്ഷപ്പെടാൻ സാധിക്കുകയും ഒപ്പം കൂടുതൽ അപകടം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. സുധി. ഇടുക്കി ബോഡിമെട്ടിൽ വാഹനാപകടം. എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വാഹനത്തിൽ തീ ആളിപ്പടർന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ ബാംഗ്ലൂർ നിവാസികളായ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. രാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ ബാലരാമപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. 2 വാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ബാലരാമപുരം പോലീസ് കേസെടുത്തു. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് റോഡ് പണിക്കായി എടുത്ത കുഴിയിൽ ബൈക്ക് യാത്രികൻ വീണ് അപകടം. മുക്കം പൊറ്റശ്ശേരി സ്വദേശി അനൂപിനാണ് പരിക്കു പറ്റിയത്. കൈക്കും കാലിനും തുടയലിനും പരിക്കുണ്ട്. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിന് അടുത്ത് ഡ്രൈനേജ് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണാണ് അപകടം ഉണ്ടായത്. അപകടം നടക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ കാണുന്ന തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപകടം നടന്നതിനു ശേഷമാണ് കരാർ കമ്പനിക്കാർ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ കൊണ്ടുവച്ചത് എന്നും നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.